ശ്രീ മാത്രേ നമ. എല്ലാ ഈശ്വരവിശ്വാസികൾക്കും ശ്രീചക്ര അസ്ട്രോ ഗൈഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മനസ്സലിയുന്ന മലയാലപ്പുഴ അമ്മയെക്കുറിച്ചും മലയാലപ്പുഴ ദേവീക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ ഐതിഹ്യത്തെക്കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണുവാൻ പോകുന്നത്. പത്തനംതിട്ട ജില്ലയിലെ മലയാലപ്പുഴയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാന ക്ഷേത്രം തന്നെയാണ് മലയാലപ്പുഴ ഭഗവതി ക്ഷേത്രം. ദാരികാ നിഗ്രഹത്തിന് ശേഷമുള്ള ഭദ്രകാളിയുടെ ഉഗ്രരൂപത്തിലാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഭദ്രകാളി ചൈതന്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആരാധിക്കുന്ന ക്ഷേത്രമാണെങ്കിലും കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ചൈതന്യം തന്നെയാണ് മലയാലപ്പുഴ അമ്മ എന്ന് ഐതിഹ്യം പറയുന്നു. മൂകാംബിക ക്ഷേത്രത്തിലെ പോലെ തന്നെ കാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും ഐക്യരൂപേണ പരാശക്തി ഇവിടെ വാണരുളുന്നു. മലയാലപ്പുഴ അമ്മ എന്ന് ഭക്തർ സ്നേഹപൂർവം ദേവിയെ വിളിക്കുന്നു. 5 മലകളുടെ അധിപയായാണ് ശ്രീ മലയാലപ്പുഴ അമ്മ അറിയപ്പെടുന്നത്. ഏകദേശം 1000-ലധികം വർഷത്തെ പഴക്കം ശ്രീ മലയാലപ്പുഴ ക്ഷേത്രത്തിന് കണക്കാക്കപ്പെടുന്നു. 5.5 അടിയോളം ഉയരമുള്ളതാണ് പ്രധാന പ്രതിഷ്ഠ. കടും ശർക്കരയോഗം കൊണ്ടാണ് പ്രധാന പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത്. മരകഷ്ണങ്ങൾ, ആയുർവേദ ഔഷധങ്ങൾ, പാല്, നെയ്യ്, ശർക്കര, മഞ്ഞൾ, ചന്ദനം, കർപ്പൂരം, സ്വർണം, വെള്ളി, മണൽ, പ്രകൃതിദത്ത പശ തുടങ്ങിയ പലതരം വസ്തുക്കളാണ് കടും ശർക്കരയോഗമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ശർക്കര കൊണ്ടുള്ള വിഗ്രഹമായതിനാൽ പുഷ്പാരാധന മാത്രമേ ഈ വിഗ്രഹത്തിൽ നടത്താറുള്ളൂ. 12 വർഷം കൂടുമ്പോൾ ഈ വിഗ്രഹം നീക്കി പുതിയ വിഗ്രഹം സ്ഥാപിക്കുന്ന ഒരു രീതി ഇവിടെ നിലനിന്നിരുന്നു. എന്നാൽ ഒരിക്കൽ ഈ വിഗ്രഹം അതിൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും മാറ്റുവാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി തോമ്പിൽ നമ്പൂതിരി സ്വപ്ന ദർശനത്തിൽ ദേവി തൻ്റെ വിഗ്രഹം നീക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കാണുകയുണ്ടായി. അതിനുശേഷം ഈ വിഗ്രഹം മാറ്റാതെ ആരാധന നടത്തിപ്പോരുന്നു. ഈ വിഗ്രഹം കൂടാതെ മറ്റു 2 വിഗ്രഹങ്ങളും ശ്രീകോവിലിനുള്ളിൽ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒരെണ്ണം അഭിഷേകത്തിനും മറ്റൊന്ന് ശ്രീബലിക്കും ഉപയോഗിക്കുന്നു. മലയാലപ്പുഴ ഭഗവതി ക്ഷേത്രം ഒരു ഹിന്ദു ക്ഷേത്രമാണെങ്കിലും ദേവിയുടെ അനുഗ്രഹം തേടി അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് അന്യമതസ്ഥരും ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. തുടർച്ചയായി 7 ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിൽ ദർശനം നടത്തിയാൽ ഏതാഗ്രഹവും സാധിക്കുമെന്നും ഈ ക്ഷേത്രത്തിൽ വിശ്വാസമുണ്ട്. വിവാഹ തടസ്സം നീങ്ങുന്നതിനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും തൊഴിൽ ലഭിക്കുന്നതിനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ പൂർത്തീകരണം ഉറപ്പാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് മലയാലപ്പുഴ ക്ഷേത്രം ഐതിഹ്യം. ഒരിക്കൽ തിരുവിതാംകൂറിൽ നിന്നുള്ള 2 നമ്പൂതിരിമാർ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ പോയി. അവരുടെ ഒപ്പം ഒരു ദേവീ വിഗ്രഹവും ഉണ്ടായിരുന്നു. ഒരുപാട് കാലങ്ങൾ ഭജനമിരുന്ന് കഴിഞ്ഞപ്പോൾ ആ വിഗ്രഹത്തിൽ ദേവിയുടെ സാന്നിധ്യമുണ്ടെന്ന് അരുളപ്പാടുണ്ടായി. പിന്നീട് ആ തീർത്ഥാടകർ ഒരുപാട് കാലം പ്രാർത്ഥനകളും പൂജകളുമായി നാട് ചുറ്റി നടന്നു. പ്രായാധിക്യം കാരണം അവശരായ നമ്പൂതിരിമാരുടെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ യോജിച്ച സ്ഥലം മലയാലപ്പുഴ ആണെന്ന് അറിയിച്ചു അത്രേ. എന്നാൽ മലയാലപ്പുഴയിൽ ഈ നമ്പൂതിരിമാർ എത്തിച്ചേർന്ന സമയം
രാത്രിയായതിനാൽ ഭഗവതി കാളീഭാവത്തിലേക്ക് മാറിയിരുന്നു. അങ്ങനെ അന്ന് പ്രതിഷ്ഠിച്ചതാണ് ഈ വിഗ്രഹം എന്നാണ് വിശ്വാസം. 5 മലകളുടെ മൂർത്തിയാണ് മലയാലപ്പുഴ ഭഗവതി എന്ന് വിശ്വസിക്കുന്നു. അച്ചക്കണ്ണാമല, ഉപ്പിടുംപാറമല, ഊട്ടുപാറമല, ചെറുകുന്നത്തുമല, പുലിപ്പാറമല എന്നീ 5 മലദൈവങ്ങളുടെ മധ്യത്തിലാണ് ഇവിടെ പരാശക്തി കുടികൊള്ളുന്നത്. മലയാലപ്പുഴ ക്ഷേത്ര ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഐതിഹ്യപ്രകാരം ശ്രീ ഭദ്രകാളി കൊടുമൺ ഇടത്തിട്ടയിൽ നിന്നും ഒരു ഉപാസകനൊപ്പം മലയാലപ്പുഴയിലെത്തുകയും ഉപാസകൻ്റെ താന്ത്രിക കർമ്മങ്ങളുടെ ഫലമായി മലയാലപ്പുഴയിൽ കുടിയിരിക്കുകയും ചെയ്തു എന്നും വിശ്വാസമുണ്ട്. അതിനാൽ മലയാലപ്പുഴ അമ്മ ഇടത്തിട്ടയിൽ ഭഗവതി എന്നും അറിയപ്പെടുന്നു. ഇടത്തിട്ടയിൽ ഭഗവതിയുടെ തിരുമൂലസ്ഥാനവും ദേവാലയവും ഇന്നും പരിപാലിച്ചു പോരുന്നു. പാർവതീദേവിയുടെ മടിയിലിരിക്കുന്ന ഗണപതി, സ്വയംഭൂവായ ശിവൻ, മുഹൂർത്തി, രക്ഷസ്, നാഗങ്ങൾ, യക്ഷി തുടങ്ങിയവരെയാണ് ഉപദേവതമാരായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് കിഴക്ക് ആൽമരച്ചുവട്ടിൽ മലമാട് സ്വാമിത്തറ എന്ന പേരിൽ ഒരു മലദൈവ സങ്കല്പം കൂടിയുണ്ട്. മലയാലപ്പുഴ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാട് രക്തപുഷ്പാഞ്ജലി തന്നെയാണ്. കൂടാതെ തുണിയരി പായസവും കോഴിയെ നടക്കി വയ്ക്കൽ തുടങ്ങിയ വഴിപാടുകളും ഇവിടുത്തെ പ്രധാനമാണ്. ചാവിറക്കൽ എന്ന വളരെ സവിശേഷമായ ഒരു വഴിപാടും ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ മഞ്ചാടിക്കുരുവും പുഷ്പങ്ങളും കാണിക്കയായി സമർപ്പിക്കുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാട് തന്നെയാണ്. മലയാലപ്പുഴ തൂപ്പ് എന്നറിയപ്പെടുന്ന അതിപ്രശസ്തമായ വഴിപാട് ഈ ക്ഷേത്രത്തിൽ തന്നെയാണ്. കർഷകർ തങ്ങളുടെ വിള സംരക്ഷിക്കുന്നതിനാണ് മലയാലപ്പുഴ തൂപ്പ് വഴിപാടായി ചെയ്യുന്നത്. മഴ പെയ്യാനായി ശിവന് ഇളനീർധാര ചെയ്യുന്നതും വർഷം മുഴുവൻ പൂക്കുന്ന കണിക്കൊന്നയും ഈ ക്ഷേത്രത്തിലെ മറ്റൊരു വിസ്മയമാണ്. മലയാലപ്പുഴ ദേവിയെ ദർശിച്ചാൽ ശത്രുബാധ ദുരിതദോഷങ്ങൾ അവസാനിക്കുമെന്നും പ്രേതപിശാചുക്കളുടെ ശല്യം ഉണ്ടാവുകയില്ല എന്നും ഭക്തർ വിശ്വസിച്ചു പോരുന്നു. ചൊവ്വയും വെള്ളിയുമാണ് ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും പ്രധാനമായ ദിവസങ്ങൾ. മൂകാംബികയ്ക്ക് പ്രാധാന്യമുള്ളതിനാൽ നവരാത്രി, വിജയദശമി, വിദ്യാരംഭം എന്നീ ദിവസങ്ങളും അതിപ്രധാനം തന്നെയാണ്. മലയാലപ്പുഴ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിൽ ഒന്നാണ് മകരമാസത്തിലെ പൊങ്കാല. പൊങ്കാല സമർപ്പണത്തിനായി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഇവിടെ എത്താറുണ്ട്. കുംഭമാസത്തിലെ 11 ദിവസം നീളുന്നതാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയും മലയാലപ്പുഴ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. 2022 മുതൽ മലയാലപ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ പുറപ്പെട മേൽശാന്തിയെയാണ് നിയമിച്ചു വരുന്നത്. തുടർച്ചയായി ദർശനം നടത്തി അമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ ഭക്തന് എന്നും രക്ഷയായി നിൽക്കുന്ന ഭഗവതിയാണ് മലയാലപ്പുഴ ഭഗവതി എന്ന് അനുഭവസ്ഥർ പറയുന്നു. മനസ്സർപ്പിച്ചുകൊണ്ടുള്ള ഏകാഗ്രമായ പ്രാർത്ഥനയിൽ എല്ലാ സങ്കടങ്ങൾക്കും അറുതി വരുത്തി തരുന്നു അമ്മ. ഒരുപാട് ദുഃഖങ്ങളുമായി ഇവിടെ എത്തുന്ന ഭക്തർ ദേവിയെ സന്ദർശിച്ച് മനഃശാന്തി കൈവരിച്ചാണ് മടങ്ങുന്നത്. എല്ലാ വിശ്വാസികൾക്കും ശ്രീ മലയാലപ്പുഴ അമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീ മാത്രേ നമഃ.